എല്ലാവർക്കും നമസ്കാരം. ന്യൂ കെയർ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടുണ്ടായിരുന്ന അമ്പലത്തിലേക്ക് പോയ വീഡിയോ ഓർമ്മയുണ്ടോ? അപ്പൊ അന്ന് ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അബ്രയിലേക്ക് പോകുന്നൊരു വീഡിയോ ഇടാന്ന്. അപ്പോ ഇന്ന് ഞങ്ങള് അബ്രയിലേക്ക് ഒരു ബോട്ട് യാത്രക്ക് പോവാണ്. സോ ബോട്ട് യാത്ര എല്ലാവർക്കും ഷുവർ ആയിട്ട് ഇഷ്ടപ്പെടും. സോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പൊ ഞങ്ങൾ ഓൺ ദ വേ ആണ്. എങ്ങോട്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ ബോട്ടിൽ കയറാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോ ഇവിടുന്ന് ഇറങ്ങണ വഴി നേരെ നമുക്ക് ഇതൊക്കെ കാണാം. ഇതൊക്കെ കടല ഇതൊക്കെ കാണാം. കണ്ടോ, ഇവിടെ ഷുഗർ കെയിൻ ഒക്കെ ഉണ്ട്. ഷുഗർ കെയിൻ ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന കടയാണ്. ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന കട. ഇവിടെ ഒക്കെ കൂടുതലും അറബിക് ട്രഡീഷണൽ ഡ്രസ്സസ് ആണ്. കണ്ടോ, അങ്ങനത്തെ ഷോപ്പാണ് ഈ സൈഡും അതെ, രണ്ട് സൈഡിലും ഇങ്ങനത്തെ ഈ ട്രഡീഷണൽ ഡ്രസ്സ് കിട്ടുന്ന ഷോപ്പുകളുണ്ട്. രണ്ട് സൈഡും ഉണ്ട്. കണ്ടോ, അതിൻ്റെ നടുവിലത്തെ ഈ ആൾക്കാർക്ക് നടക്കാനും ഇങ്ങനെ നല്ല എന്താ പറയുക കല്ലുകൾ പതിച്ചിട്ടുള്ള പാതയുണ്ട്, വഴിയോര പാത. അതിൽ കൂടെ തന്നെ ഞങ്ങൾ പക്ഷെ എന്നാലും ഭയങ്കര തിരക്കുറവ് കാരണം കുറേ ഷോപ്പുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ കോവിഡിന് ശേഷം കുറേ ബിസിനസ്സൊക്കെ ഡള്ളായതുകൊണ്ട് പിന്നെ ആൾക്കാർ വരവൊക്കെ കുറവാണ്. ആൾക്കാർ തിരക്കില്ലല്ലോ, അമ്പലത്തിൽ തിരക്കില്ലാത്തതുകൊണ്ട് തോന്നുന്നുണ്ട് കടകൾ കുറേയൊക്കെ അടഞ്ഞു കിടക്കണം. ഇതിൻ്റെ മുകളിലൊരു കടയുണ്ടായിരുന്നു, അവിടെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് സാധനങ്ങൾ പൂജാ സാധനം ഞങ്ങൾ വാങ്ങിയിരുന്നത്. ഇതിൻ്റെ മുകളിലായിരുന്നു കേട്ടോ. ഇപ്പം അത് പൂട്ടി കിടക്കുക. എനിക്ക് തോന്നണതേ അമ്പലത്തിലേക്ക് അധികം ആൾക്കാർ വരാത്തതിൻ്റെ പേരിലായിരിക്കും. പിന്നെ ഒരു കാഴ്ച, ഇതൊരു നല്ല കാഴ്ചയാണ്. നല്ല ഈ കുഷ്യൻസ്, അറബിക് ട്രഡീഷണൽ കുഷ്യൻസ്. ഇനി ഈ ഇറങ്ങുന്നത് നമ്മൾ എന്താ പറയുക, ഈ പറഞ്ഞ ദുബായിയുടെ അപ്പുറത്തെ സൈഡ്, അതായത് ദേര, അങ്ങോട്ട് പോകാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് നല്ലൊരു ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിട്ടൊന്ന് പോവാം. കസ്റ്റമർ സർവീസ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നമുക്ക് ഈ ബോട്ടിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ് കേട്ടോ. ഇവര് ഞങ്ങളിവിടെ വഴി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഏതില് വേണം പോകാൻ. വേണ്ടി സ്പെഷ്യൽ ഒരു ബോട്ടൊക്കെ ഒരു സെറ്റ് ചെയ്ത് ഈ ബോട്ടാണ്. സോ ഇതിലെ ബോട്ടിലേക്ക് കയറാൻ നിൽക്കാണ് കേട്ടോ. കയറി അമ്മ എടുക്കാം. മോള് ബോട്ടിലേക്ക് അച്ഛൻ്റെ സഹായത്തോടു കൂടി കയറി. ഇനി ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണ്ട കയറണം. ഓക്കെ, ഇപ്പൊ ഞങ്ങള് ബോട്ടിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ ചുറ്റും ആൾക്കാരുണ്ട്. ഇപ്പുറത്തില്ല, അപ്പുറത്തെ ബോട്ടിൽ ആൾക്കാരുണ്ട്. സോ ഈ ബോട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല നൊസ്റ്റാൾജിയ. ഇങ്ങനെ പിടിച്ച സെൽഫി ബോട്ടിൽ കയറിട്ടോ. ചേച്ചി അച്ഛൻ നോക്കി. ആൾക്കാർ കയറിക്കൊണ്ടേ ഇരിക്കുന്നു. ഇതിപ്പോൾ സ്റ്റാർട്ടായിട്ടോ. ഞങ്ങള് ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. നല്ല ഭംഗിയുള്ള വ്യൂ. ഇത് അമ്പലത്തിന്റെ ഭാഗമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഓൾഡ് പഴയ ബിൽഡിങ്ങുകളാണ്. അതുകൊണ്ട് അതിന്റെ ഭംഗി നിലനിർത്താൻ ഇവിടെ പണിയുന്ന ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം ഇതുപോലെ തന്നെ ഒരു പണിയേ ഉള്ളൂ. അതിൽ ഏറെക്കുറെയൊക്കെ പഴയ ബിൽഡിങ്ങാണ്. അതിനങ്ങനെ തന്നെ നിലനിർത്തിക്കുകയാണ്. പഴയ ദുബായിയുടെ ഒരു ചിത്രമാണ്. ഇവിടെ തന്നെ ദുബായ് മ്യൂസിയം ഉണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം വേറൊരു എപ്പിസോഡിൽ ഞങ്ങൾ കാണിക്കാം. അത് ഇതുപോലെ പഴയ ഒരു ഇതാണ്. ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. കണ്ടോ, ഓൾഡ് ആയിട്ടുള്ള. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ദുബായിൽ നിന്ന് വണ്ടി ബോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, റോളക്സിന്റെ ടിൻ ടവറാണ് കാണുന്നത് ദേര ദുബായിൽ. ഇതാണ് ദുബായിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ദുബായിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ഇത് യൂട്യൂബിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്.
കണ്ടില്ലേ? ഇപ്പൊ ബോട്ടിന്റെ ഫ്രണ്ട് സൈഡിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കണ്ടില്ലേ? ആഹാ, എന്താ രസം. 10-25 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെയാണ്. ഞാനിവിടെയാണ്. ഫാമിലി എൻ്റെ പിന്നാലെ വന്നു. ഇപ്പോ സൂര്യാസ്തമനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യാസ്തമനം നടന്നുകൊണ്ടിരിക്കുന്നു. സൂര്യാസ്തമനം നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, 15 വർഷമായിട്ടേ ഞാനും ഉണ്ടെന്ന് ദുബായിൽ. 15 years ആയിട്ട് ഞാനും ഈ നാട്ടിലാണ്. 2005 വന്നുള്ളൂ. 9 വർഷമായിട്ട് ഞാനും ഉണ്ട്. 9 അല്ല, 10 ഇല്ല, 1 വർഷം ഞാൻ നാട്ടിലേക്ക്. ഓക്കെ ഓക്കെ. കണ്ടോ അതെ, അവിടെ കുറേ ഈ ഷിപ്പ് അതൊക്കെ നിർത്തിയിട്ടുള്ളതാണ്. ഇത് അമ്പലത്തിന്റെ ഭാഗമാണ് ഇവിടെ. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ കടൽ തന്നെ കാണാൻ എന്ത് ഭംഗിയാ. ഈ കവികൾക്കൊക്കെ വന്ന് കവിത എഴുതാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ്. അതാണ് കവിത വരുന്ന സ്ഥലം. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ തന്നെ നമുക്ക് ഉറക്കം വരും. അത്രയും സ്മൂത്ത് ഫ്ലോ. നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കേട്ടോ. പോയിട്ട് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ അപ്പുറത്തേക്ക് എത്താനായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വൈഫ് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കുന്നു. കൂടെ തൊട്ടടുത്ത് രണ്ടാമത്തെ മകൾ അതുല്യ, മനോജ് കുമാർ, എൻ്റെ മൂത്താള് അമ്മൂട്ടി, അമൃത എന്ന് വിളിക്കുന്ന അമ്മു, ധന്യ മനോജ് കുമാർ, അതുല്യ മനോജ് കുമാർ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ ബാക്കിൽ ഒരു കൂട്ടം വിദേശ വനിതകൾ ഇരുന്ന് സെൽഫി പിടിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. അവർ ഭയങ്കര ആഘോഷത്തിലാണ്. അവർ പറഞ്ഞ പോലെ നമ്മളെക്കാൾ വളരെ സന്തോഷത്തിൽ പരസ്പരം ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ഉല്ലസിച്ച് കാഴ്ചകൾ ആസ്വദിച്ച് അവരും ഇരിക്കുന്നുണ്ട്. മനേട്ടന്റെ മാസ്ക് ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് എന്താ പറയാ, സന്തുഷ്ടവാനായി. അതെ അതെ, ഹാപ്പി മോഡിലാണ്. നല്ലൊരു സുഖസുന്ദരമായ ഒരു സായാഹ്നം. കണ്ടോ, അപ്പുറത്ത് വേറൊരു ബോട്ട് പോണാണ്. ഒരുപാട് വിദേശികളുണ്ട്. ഒരു ബോട്ട് പക്ഷെ ആ ബോട്ടിൽ അധികം ആൾക്കാരില്ല. അവരിങ്ങനെ കറക്റ്റ് ഇതിലാണ് ഇരിക്കുന്നത്. ആൾക്കാരൊക്കെ ഉണ്ട് ഇതില്. പിന്നെ ഇവിടെ ഒരുപാട് എന്താ ഇവരുടെ കൾച്ചറൽ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ഉണ്ട്. പുതിയതുണ്ടാക്കിയതാണെങ്കിലും കൾച്ചറിനനുസരിച്ച് ഉണ്ടാക്കിയതാണ്. ട്രഡീഷണൽ നമ്മുടെ അച്ഛനെ ഇപ്പുറത്തെത്തിയാൽ മതിയായിരുന്നു. നമ്മുടെ ഇതെല്ലാവർക്കും കാണാനുണ്ട്. ഈ ചുരിദാറിന്റെ പാൻറ് ടൈറ്റാണ്. മനേട്ട പുറം വന്നിരിക്കും. ക്യാമറ നമ്മുടെ ഞാൻ വാങ്ങി. അപ്പോൾ ഇവിടെ ഇപ്പൊ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അച്ഛൻ ആ കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. റോളക്സിന്റെ ബിൽഡിംഗ്. കിങ് ടവർ ഓഫ് റോളക്സ്. യെസ്, കിങ് ടവർ ഓഫ് റോളക്സ്. ഈ കടല് കാണാൻ തന്നെ എന്ത് ഭംഗിയാ. വേറൊരു ബോട്ട് ഇവിടെ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അയ്യോ, സങ്കടത്തിന്റെ നിമിഷമായി. ബോട്ട് കരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങള് മറുകര എത്തിയേ. ഇതേ എന്താ പറഞ്ഞിട്ട് ഇതിനെ പറയാ, ഇങ്ങനെ അടുപ്പിക്കണേ. അവിടെ ദേ ഇറങ്ങാൻ പോവും. ആൾക്കാരൊക്കെ ചാടി ഇറങ്ങി തുടങ്ങി. അതിലിറങ്ങിക്കോ. ദേ ആൾക്കാർ ചാടി ഇറങ്ങി തുടങ്ങി. നമ്മുടെ പേഴ്സന്റെ അവിടെ ഉണ്ട്. ഇനി ഇതേ ഇവിടെ ഞങ്ങള് തിരിച്ച് ഇങ്ങനെ പോകണം. ഇതല്ലേ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ഇവിടെ ഒരു ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് വീണ്ടും ഇതേ ഇത് തിരിച്ചങ്ങോട്ട് ഇത് ദേറയാണ് കേട്ടോ. ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോയാൽ വീണ്ടും നമ്മൾ ബർദുബായി എത്തും. അപ്പോൾ നമ്മൾ ദേറയിൽ വന്ന് ഇറങ്ങി. ദേറയിലത്തെ ബോട്ട് ജെട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിങ്ങനെ നടക്കാൻ നല്ല സുഖമാണ്. ഇവിടെ അങ്ങനെ പൊതുവേ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അങ്ങനെ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമൊന്നുമല്ല. എപ്പോൾ വന്നാലും ഇതുപോലൊക്കെ തന്നെയാണ് ശാന്തമായിട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നത്.
പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലി കഴിഞ്ഞ് പോണ ആൾക്കാരുടെ തിരക്കുണ്ടാവാറുണ്ട്. ആ ഇതല്ലേ ഇവിടെ കഫറ്റേരിയകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇത് ഈ ടണല് എവിടെയാ പോയിട്ട് അവസാനിക്കുന്നത്? ആ അതെ, ഇത് തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ട് അവിടെ ടണലുണ്ട്. അതിൽ കൂടെ ആൾക്കാർക്ക് നടന്ന് പോകാനുള്ളൊരു ഇത് പെഡസ്ട്രിയൻ പെഡസ്ട്രിയൻ അണ്ടർപാസ് ആണ് അവിടെ. അതിന്റെ ബോർഡിന്റെ ഉള്ളിൽ ഇത് ഇവര് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ അതെ, എല്ലാരും ഇങ്ങനെ എന്താ പറയാ ഈവനിങ്ങിന്റെ ഇത് ആസ്വദിച്ച് ഇരിക്കുകയാണേ. അധികം ചൂട്, വെയിലൊക്കെ തണുത്തു, പിന്നെ ചൂടില്ല, ക്ലൈമറ്റ് നല്ലതാണ്. ഇപ്പം ഈ ഒക്ടോബറൊക്കെ ആയതുകൊണ്ട് ക്ലൈമറ്റും വളരെ നല്ലതാണ്. പിന്നെ ഇവിടെ ആകുമ്പോൾ ചെറിയ അല്ല, ഒരു ഇച്ചിരി വലിയ നല്ല കാറ്റുമുണ്ട്. എല്ലാവരും ഇങ്ങനെ സുഖിച്ച് റിലാക്സ് മോഡിൽ ഇരിക്കുകയാണ്, വിശ്രമത്തിലാണ് എല്ലാവരും. ഇതാണ് ഇവിടുത്തെ ദോ ക്രൂയിസുകൾ. ഇതിൽ വിനോദയാത്ര പോയിരുന്നതാണ്. ഇപ്പോൾ ആൾക്കാരില്ലാത്തത് കൊണ്ട് കൊഴിഞ്ഞെടുക്കുകയാണ്. മറ്റേത് ഈ സമയമാകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ വന്ന് ഇങ്ങനെ നിറയും ഇതിലൊക്കെ. അപ്പോൾ ഇത് എത്ര 100 dirhams ഒക്കെ ആയിരുന്നു തോന്നുന്നുണ്ട്. ഞങ്ങളൊരിക്കൽ പോയിട്ടുണ്ട് ദോ ക്രൂയിസ്. അത് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് കയറിയ ഒരു ഫുഡ്, പിന്നെ ഒരു അറബിക് ഡാൻസ്, അങ്ങനെ കുറച്ച് മാജിക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. രസമായിരുന്നു ആ യാത്രയൊക്കെ. പക്ഷെ ഇപ്പം എല്ലാം ഇങ്ങനെ എന്താ പറയുക ഉറങ്ങിക്കിടക്കുകയാണ്. ഒന്നിലും ആളില്ല ഇവിടെ. ഇപ്പോൾ അനുമതി കിട്ടേണ്ടതാണോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ആൾക്കാരില്ല കഴിഞ്ഞിട്ടാവും. എല്ലാം ക്ലോസ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തിരക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഏകദേശം 6 മണി ആവാനായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ആൾക്കാർ ഓരോ ദോ ക്രൂസിൽ വന്ന് കയറേണ്ട സമയമാണ്. ഒരു ചെറിയ ബോട്ടിന്റെ പീസ് മോഡല്, ഒരു ബോട്ട് ഇടിച്ച് മറിഞ്ഞ് കിടക്കുന്ന ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചതാണ്. അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുള്ള സീനുകളാണ്. പിന്നെ എന്റെ പിന്നല്ല പാഞ്ഞു വരണ്ട. മാസ്ക് ഇട്ടേ, മാസ്ക് ഒക്കെ ഒന്ന് താഴ്ത്തിക്കോ. ഓക്കെ, വൈഫും മക്കളും വരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ കുറച്ച് മറുകര ബർദുബയുടെ ഏരിയ ഞാൻ എടുക്കണ്. ഫ്ലൈറ്റെല്ലാം പോയി. ആളുകൾ പല ഒരു വിദേശ വനിത വളരെ ദുഃഖിതമായി നിൽക്കുന്നു. ആരെയും പ്രതീക്ഷിച്ച ആൾ വന്നില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ പേരിൽ വളരെ ദുഃഖിതയായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, 360 ഡിഗ്രിയിലാണ് ഇപ്പോൾ ഞാൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇത് അബ്ര പാർട്ട് 1. അബ്ര പാർട്ട് 2 നായി കാത്തിരിക്കുക.